വാർത്ത UAE-യിൽ തുടർച്ചയായ മൂന്നാം ദിവസവും കനത്ത മഴയാണ്. UAE-യിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുബായ്, അലൈൻ, ഫുജൈറ ഉൾപ്പെടെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങൾക്ക് അവധിയാണ്. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. വിമാനത്താവളങ്ങളിൽ വെള്ളക്കെട്ടാണ് ദുബായിലും ഷാർജയിലുമൊക്കെയുള്ളത്. ഒമാനിൽ മഴയിൽ മരണം 18 ആയിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ 75 വർഷത്തെ ഏറ്റവും വലിയ പ്രളയ ദുരിതമാണ് ദുബായിയും ഒമാനും നേരിടുന്നത്. കനത്ത മഴ തുടരുകയാണ്. ഇനിയും കുറച്ചു ദിവസങ്ങൾ കൂടിയും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഏതാണ്ട് ദുബായിലെ ജനജീവിതമാകെ സ്തംഭിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ ദുബായ് വിമാനത്താവളം അടച്ചിടുന്നതുവരെ എത്തി ദുരിതത്തിന്റെ തീവ്രത. ദുബായിയുടെ ആകാശം ഏതാണ്ട് കറുത്തിരുണ്ട നിലയിലാണ് കാണപ്പെടുന്നത്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഈ കറുത്തിരുണ്ട സ്ഥിതിഗതികൾ തുടരുകയാണ്. വാഹനങ്ങളെല്ലാം സഞ്ചരിക്കുന്നത് ലൈറ്റ് ഇട്ടാണ്. ദുബായിൽ അൽ ദഫ്ര, മിർഫ, താരിഫ്, അൽ ഹംറ, ഉംലൈല എന്നിവിടങ്ങളിലാണ് മഴ ഏറ്റവും കനത്ത് നിൽക്കുന്നത്. ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ, ദുബായ്, അബുദാബി എന്നീ എമിറേറ്റുകളിലും കനത്ത മഴ തുടരുകയാണ്. വീടുകളിൽ വ്യാപകമായി വെള്ളം കയറിയിട്ടുണ്ട്. ദുബായ് അൽ മക്തൂം രാജ്യാന്തര വിമാനത്താവളം, അബുദാബി സയ്യിദ് രാജ്യാന്തര വിമാനത്താവളം എന്നിവിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്തിരിക്കുന്നത്. വിമാനത്താവളങ്ങളെല്ലാം വെള്ളം കയറിയതാണ് വിമാന സർവീസ് തടസ്സപ്പെടാൻ കാരണമായിരിക്കുന്നത്. വിമാനത്താവള റൺവേയിലൂടെ വെള്ളത്തിലൂടെ വിമാനം പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. റൺവേയിലെ വെള്ളം പമ്പ് ചെയ്ത് നീക്കിയാണ് വിമാന സർവീസുകൾ താൽക്കാലികമായെങ്കിലും പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ദുബായ് ഷെയ്ഖ് സയ്യിദ് റോഡിൽ വൻ ട്രാഫിക് ജാമാണ് ഉണ്ടായിരിക്കുന്നത്. ദുബായ് മെട്രോ റോഡ് ലൈൻ സർവീസുകൾ ഏറെ നേരം മുടങ്ങിക്കിടക്കുകയാണ്. മഴയ്ക്ക് പുറമെ ശക്തമായ കാറ്റാണ് UAE-യിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നത്. സ്ഥാപനങ്ങളുടെ ബോർഡുകൾ, ഡിഷ് ആന്റിനകൾ, മേൽക്കൂരകൾ എല്ലാം തന്നെ കാറ്റിൽ പറന്നുപോയ കാഴ്ച മിക്കയിടങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. കാറ്റും മഴയും തുടരുന്നതിനാൽ വാഹന ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. അബുദാബിയിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗം മണിക്കൂറിൽ 80 കിലോമീറ്ററാണ്. അബുദാബി അലൈൻ റോഡിൽ പരമാവധി 100 കിലോമീറ്റർ വരെ വേഗത്തിലേ പോകാനാവൂ. ഇന്ന് വൈകിട്ടോടെ മഴയുടെയും കാറ്റിന്റെയും ശക്തി കുറയുമെന്നാണ് കരുതുന്നത്. മഴയിൽ കുടുങ്ങിയവർക്കായി ദുബായ് മെട്രോയുടെ സേവനം പുലർച്ചെ 3 മണിവരെ നീട്ടിയിട്ടുണ്ട്. പ്രവാസികളടക്കം ജോലിക്കാർ, അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമെല്ലാം പെരുന്നാൾ ആഘോഷിക്കാൻ എത്തിയവർ എന്നിവരാണ് പ്രധാനമായും കുടുങ്ങിക്കിടക്കുന്നത്. ഇവർക്കൊന്നും യാത്ര സാധിച്ചിട്ടില്ല. പുറത്തിറങ്ങിയവർക്ക് ഭക്ഷണം പോലും കിട്ടാത്ത അത്രയും ദയനീയ അവസ്ഥയാണ് ദുബായിലുള്ളത്. മഴ പെയ്ത് വെള്ളക്കെട്ടുണ്ടായി കടകളെല്ലാം അടച്ചതാണ് ഇതിന് പ്രധാന കാരണം. വെള്ളം കയറിയതു മുതൽ ഹോട്ടലുകളിൽ ചെക്ക് ഇൻ നിർത്തിയിരുന്നു. പല കെട്ടിടങ്ങളിലും ലിഫ്റ്റ് കേടായതും വലിയ പ്രതിസന്ധിക്ക് വഴിവെച്ചിരിക്കുകയാണ്. കാലാവസ്ഥ സംബന്ധിച്ച് വ്യക്തത ഇല്ലാത്തതിനാൽ നിലവിൽ രാവിലെ 10 മണിവരെയുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കിയതായി ഫ്ലൈ ദുബായ് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലേക്കുള്ള വിമാനങ്ങളും പല കമ്പനികളും റദ്ദാക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾ പലതും മുടങ്ങിയതാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് പ്രമുഖ വ്യാപാര കേന്ദ്രങ്ങളായ ദുബായ് മാളിലും മാൾ ഓഫ് എമിറേറ്റ്സിലും ഉള്ളത്. UAE-ക്ക് പുറത്ത് ബഹ്റൈനിലും മഴ പെയ്യുന്നുണ്ട്. ഒമാനിൽ മഴയിൽ 20ഓളം പേരാണ് മരിച്ചത്. ഇവരിൽ കുട്ടികളുമുണ്ട്. ഇപ്പോൾ ദുബായിലുള്ളവർക്ക് പലർക്കും ഇങ്ങനെയൊരു മഴയും പ്രളയവും ഉണ്ടായതായി ഓർമ്മ പോലും ഇല്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയം എന്ന രീതിയിലാണ് ദുബായിലുള്ളവർ പ്രതികരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ദുബായിൽ നിന്ന് ഷിജോ വെട്ടിക്കുഴ, അദ്ദേഹം NTV ദുബായിയുടെ ന്യൂസ് ഹെഡാണ്, അദ്ദേഹം ചേരുകയാണ്. UAE സംബന്ധിച്ച് 75 വർഷത്തിനിടയിൽ, നിങ്ങളുടെ റിപ്പോർട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 75 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ഒരു മഴ അനുഭവപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ പകൽ വലിയ രൂപത്തിൽ മഴ പെയ്തു. അതായത് മിനിങ്ങാന്ന് വൈകിട്ട് മുതൽ ഇന്നലെ രാത്രി വരെയാണ് മഴ അനുഭവപ്പെട്ടത്. മഴ ഇന്നലെ രാത്രിയോടുകൂടി അവസാനിച്ചു. അത് എടുത്തു പറയേണ്ടതുണ്ട്. ഇന്ന് പകല് വെയിൽ തെളിഞ്ഞിട്ടുണ്ട്, മാനം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മഴ ഏതാണ്ട് ഈ മേഖലയിൽ നിന്ന് തന്നെ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി GCC രാജ്യങ്ങളിൽ കനത്ത മഴയും വലിയ കാറ്റുമൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് സാഹചര്യം ഇന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ മഴ കെടുതി രൂക്ഷമാണ്. അതാണ് എടുത്തു പറയേണ്ട കാര്യം. വലിയ രൂപത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഷാർജ അടക്കമുള്ള എമിറേറ്റുകളിൽ വെള്ളപ്പൊക്കം എന്ന് തന്നെ പറയാം. പ്രളയ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നിരവധി വാഹനങ്ങളാണ് ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങി കിടക്കുന്നത്. 100 കണക്കിന് വാഹനങ്ങൾക്ക് തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യോമ ഗതാഗതത്തെയും ദുബൈയിലെ മെട്രോ ഗതാഗതത്തെയും
വിമാനത്താവളങ്ങളെയും ഒക്കെ തന്നെ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ഇന്നലെ തന്നെ മഴ ബാധിച്ചിരുന്നു. ഇന്നലെ ഏതാണ്ട് 25 മിനിറ്റോളം വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി തന്നെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ട് മുതൽ ദുബായിലേക്ക് എത്തുന്ന വിമാനങ്ങളെ വഴിതിരിച്ച് വിടുകയാണ്. മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദുബായിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങൾ വളരെ വൈകുന്നു. അത് യാത്രക്കാരെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഷാർജ അടക്കമുള്ള മറ്റ് വിമാനത്താവളങ്ങളിലും വിമാന വൈകൽ തുടരുന്നുണ്ട് എന്നാണ്. എന്നാൽ ഈ വിമാനത്താവളങ്ങളുടെ ഒന്നും പ്രവർത്തനം പൂർണ്ണമായും ഒരു സ്തംഭനാവസ്ഥയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും വാഹന ഗതാഗതത്തെയാണ് വലിയ രൂപത്തിൽ ഈ വെള്ളക്കെട്ട് ബാധിച്ചിട്ടുള്ളത്. മരുഭൂ പ്രദേശമാണ്. ഇവിടെ വലിയ രൂപത്തിൽ നമ്മുടെ നാട്ടിലേക്ക് പോലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഇല്ല. മഴ അസാധാരണമായി പെയ്ത് ഇറങ്ങുകയായിരുന്നു ഇവിടെ. ഇത് പതിവുള്ളതല്ല. ഇത്തരത്തിലുള്ള മഴയെ കൈകാര്യം ചെയ്ത് ഉള്ള ഒരു അനുഭവ സമ്പത്തും ഇത്തരം മേഖലകൾക്കില്ല. അതാണ് പ്രധാനമായും പ്രതിസന്ധിയായിരിക്കുന്നത്. വലിയ മഴ പെയ്തിറങ്ങുമ്പോൾ ഇത്തരം മഴവെള്ളങ്ങളെ വലിയ ടാങ്കറുകൾ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് മാറ്റുന്ന ഒരു രീതിയാണ് ഇത്തരം പ്രദേശങ്ങളിലുള്ളത്. ഇത് വലിയ മഴയാണ് പെയ്തത്. വലിയ അളവിലുള്ള വെള്ളക്കെട്ട് റോഡുകളിൽ രൂപപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇത് പമ്പ് ചെയ്ത് മാറ്റി ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിക്കണം. അതിന് സമയം ഏറെ വേണ്ടിവരും എന്നുള്ളതാണ്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കെട്ടിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെ ദുബൈയിലും ഷാർജയിലും ഒക്കെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഇന്നും സർക്കാർ ഓഫീസുകൾക്കാണ് വർക്ക് ഫ്രം ഹോം അനുവദിച്ചിട്ടുള്ളത്. ദുബൈയിലും ഷാർജയിലും ഒക്കെ സ്കൂളുകൾക്ക് വിദൂര പഠനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ തന്നെയും പ്രവർത്തിക്കുന്നുണ്ട് സാധാരണ നിലയിൽ. എന്നാൽ പലർക്കും ഓഫീസുകളിൽ എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതിനാൽ പല കമ്പനികളും ഇന്ന് ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചിട്ടുണ്ട്. എടുത്ത് പറയേണ്ട ഒന്ന്, നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ട് സൂചിപ്പിച്ചതിൽ നിന്നും വിരുദ്ധമായി, അതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ സാഹചര്യത്തിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് മഴ മിനിങ്ങാന്ന് രാത്രി ആരംഭിച്ച കനത്ത മഴ അത് ഇന്നലെ രാത്രിയോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. അത് 2 ന്യൂനമർദ്ദങ്ങളായിരുന്നു UAE ബാധിച്ചത്. ഈ 2 ന്യൂനമർദ്ദങ്ങളും രാജ്യത്തെ വിട്ട് അകന്നിരിക്കുകയാണ്. കാലാവസ്ഥ സാധാരണ നിലയിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നു. മാനം തെളിഞ്ഞ് വെയിലുണ്ട്. കാർമേഘങ്ങളില്ലാത്ത ആകാശമാണ്. ഇനി വരും മണിക്കൂറുകളിലൊന്നും മഴയ്ക്ക് പ്രവചനവുമില്ല. മഴയ്ക്ക് കാരണമായ ആ കാലാവസ്ഥ പ്രതിഭാസം രാജ്യത്തു നിന്നും മാറിയിരിക്കുകയാണ്. ഇനി ശേഷിക്കുന്നത് മഴക്കെടുതിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോഡുകളിൽ രൂപപ്പെട്ടിരിക്കുന്ന വെള്ളക്കെട്ടാണ്. ഇത് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ മുനിസിപ്പാലിറ്റി അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ നടത്തി വരികയാണ്. ജനജീവിതത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഈ കനത്ത മഴ ബാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ശീലമില്ലാത്ത വിധത്തിലുള്ള ഒരു കാലാവസ്ഥ പ്രതിഭാസം ഈ രാജ്യത്ത് അനുഭവപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അതായത് മഴ കുറഞ്ഞിട്ടുണ്ട്, മഴ മാറിയിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു കാലാവസ്ഥ പ്രവചനം ഇല്ല, മഴ പെയ്യുമെന്ന കാലാവസ്ഥ പ്രവചനം ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. UAE കനത്ത മഴ കാരണം നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 5 വിമാനങ്ങളാണ് യാത്ര റദ്ദാക്കിയത്. ദുബായിലേക്കുള്ള 3 വിമാനങ്ങളുടെയും ഷാർജയിലേക്കും ദോഹയിലേക്കുമുള്ള ഓരോ വിമാനങ്ങളുടെയും യാത്രയാണ് റദ്ദാക്കിയത്. ദുബായിലേക്കുള്ള ഫ്ലൈ ദുബായിയുടെ EZ 454, ഇൻഡിഗോയുടെ 601475, എമിറേറ്റ്സിന്റെ EK 533 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് യാത്രക്കാർക്ക് നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു. ഷാർജയിലേക്കുള്ള എയർ അറേബ്യയുടെ G9 423 വിമാനവും ദോഹയിലേക്കുള്ള ഇൻഡിഗോ 601343 വിമാനവും റദ്ദാക്കി. മഴയുടെ സാഹചര്യം കണക്കിലെടുത്താകും പുനഃക്രമീകരണത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക.